നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ 2025 ആർ യു ലുക്കിംഗ് ഫോർ എ ഹൈ പേയിങ് ജോബ്? ഓക്കെ, നമ്മുടെ എല്ലാവരും ലക്ഷ്യമാണ് ഒരു ഹൈ പേയിങ് ജോബ്. ഓക്കെ, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഹൈ പേയിങ് ജോബ് ദെൻ വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. ഓക്കെ, ഹൈ പേയിങ് ജോബ് കിട്ടണമെങ്കിൽ വി നീഡ് ടു ഹാവ് റൈറ്റ് സ്കിൽ. ഓക്കെ, റൈറ്റ് സ്കിൽ കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഇൻവെസ്റ്റ് അവർ ടൈം, നമ്മുടെ എനർജി, നമ്മുടെ ഹാർഡ് വർക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, സോ ഈ മൂന്നും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി മേ ഗെറ്റ് സർട്ടൺ സ്കിൽസ്. ഓക്കെ, സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹൗ ടു ഗെറ്റ് ദോസ് സ്കിൽസ്. ഓക്കെ, ഈ സ്കിൽസ് എവിടെ നിന്ന് കിട്ടും, ഏത് പ്ലാറ്റ്ഫോം നമുക്ക് പഠിക്കാം, ഹൗ ടു ഗെറ്റ് സർട്ടിഫൈഡ്, അതാണ് ഇന്നത്തെ വീഡിയോന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ വീഡിയോയിലേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ യൂത്ത്. ഓക്കെ, 25 to 35 വയസ്സ് വരെയുള്ള യൂത്ത്. ഓക്കെ, അവർ ഒരു ഡയറക്ഷൻലെസ് ആണ്. ഓക്കെ, അവർ ലോൺലി ആണ്, അവർ ഫൈനാൻഷ്യലി ഡിപ്രസ്ഡ് ആണ്, അവർ മെന്റലി ഡിപ്രസ്ഡ് ആണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ യൂത്ത് ഈസ് ഗെറ്റിംഗ് ഇൻ ടു ഫേക്ക് ആയിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെയും ഫേക്ക് ആയിട്ടുള്ള ഗുരുസിനെയും നമ്മൾ ഒരുപാട് യൂട്യൂബിൽ കാണും. അങ്ങനെ അവർ ആ ഒരു നെറ്റ്വർക്കിലേക്ക് ചെന്നപ്പെട്ട് ദേ ആർ ഗെറ്റിംഗ് ഡയറക്ഷൻലെസ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഐ തോട്ട് ഓഫ് ലൈക്ക് ജസ്റ്റ് start a podcast and explain the youth how to move forward in life. Okay? വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് AI. AI നമ്മുടെ ലൈഫിന് ഒരു ഭാഗമാണ്. ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഒരുപാട് പേർക്ക് കാണുമായിരിക്കും. അതായത് AI നമ്മുടെ ജോലികൾ ഇല്ലാതാക്കും, AI വിൽ റിമൂവ്. അതൊരു മിഥ്യാധാരണ മാത്രമാണ്. AI ഈസ് എ പാർട്ട് ഓഫ് എ ലൈഫ്. ഓക്കെ, എന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ChatGPT പോലുള്ള പ്ലാറ്റ്ഫോംസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഫോർ കണ്ടന്റ് ക്രിയേഷൻ, ഫോർ ഡൂയിങ് മൈ ലൈക്ക് IT ജോബ്. ഓക്കെ, ആ ബാക്കി വരുന്ന സമയം ഐ ആം ഡൂയിങ് ടു ഡെവലപ്പ് ദ പ്രോഡക്റ്റ് വാട്ട് ഐ എം മേക്കിംഗ് ഇൻ. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ ആയാലും ഓട്ടോമേറ്റീവ് ഇൻഡസ്ട്രി ആയാലും IT ആയാലും പിന്നെ ഏത് ഇൻഡസ്ട്രി എടുത്താൽ പോലും AI ഹാസ് എ റോൾ ഇൻ ദാറ്റ്. ഓക്കെ, ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് AI ഏത് ശൃംഖലയായിരിക്കും നമുക്ക് കൂടുതൽ പഠിക്കേണ്ടത്, AI വരുന്ന ജോലിയുടെ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖല ജോലിയാണ് ഇപ്പോൾ ഉള്ളത്. ദിസ് വാട്ട് ഐ എം ഗോയിങ് എക്സ്പ്ലെയിൻ. കോഴ്സറ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസിൽ AI എസെൻഷ്യൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. That's provide you a stepping zone. Okay, it is designed by Google, Microsoft and Stanford University. Instructors are designed ചെയ്തിരിക്കുന്നത്. You will get certified. Okay, after the course. ഈ സർട്ടിഫിക്കേഷൻസ് നമ്മുടെ റെസ്യൂമയുടെ ടോപ്പിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. Now let me explain you AIയുടെ ഏതൊക്കെ ബ്രാഞ്ചസുകളാണ് ഉള്ളത്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അതിലേക്ക് കടക്കാൻ പറ്റുക. Okay, let's start from one by one. എയുടെ ഏറ്റവും വലിയൊരു ബ്രാഞ്ച് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ് ലേൺ ചെയ്യണം ബേസ്ഡ് ഓൺ ദ ഡാറ്റ ദാറ്റ് വി പ്രൊവൈഡ്. ഓക്കെ, ഡാറ്റ സയന്റിസ്റ്റ് എന്ന് കേട്ടിട്ടുള്ള അവർ ദേ റൈറ്റ് അൽഗോറിതംസ്. ഓക്കെ, ടു പ്രോസസ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് മേക്കിംഗ് കൺക്ലൂഷൻസ് ഓൺ ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദേ റിസീവ്. ഓക്കെ, അൽഗോറിതംസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വി ആർ പ്രൊവൈഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു സോൾവ് എ പ്രോബ്ലം ഓർ പെർഫോമിംഗ് എ കമ്പ്യൂട്ടേഷൻ. അതൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് അൽഗോറിതം. അത് പലതരത്തിലുള്ള മെഷീൻ ലേണിംഗ്സ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്സ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്സ് ഉണ്ട്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് ലേണിംഗ്. ഓക്കെ, ഈ പറയുന്ന 4 മെഷീൻ ലേണിംഗിനെ കുറിച്ച് നമുക്ക് നല്ല നോളജ് വേണം. ഇതൊക്കെ ഈ പറയുന്ന കോഴ്സുകളുടെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഈ ബെനിഫിറ്റ്സ് ഓഫ് മെഷീൻ ലേണിംഗിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻ ലാംഗ്വേജ് പ്രോസസ് ചെയ്യുന്ന NLP. ഓക്കെ, NLP പ്രോസസ് ചെയ്യാനായിട്ട് നമ്മൾ മെഷീൻ ലേണിംഗിന് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ ഫേഷ്യൽ റെക്കഗ്നൈസേഷന്റെ ഭാഗമായിട്ടുള്ളതൊക്കെ ഈ മെഷീൻ ലേണിംഗിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ ഒരു യൂസ് ചെയ്യുന്ന പറയുന്നത് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനായിട്ട്, ഫ്രോഡ് ഇമെയിൽസുകൾ, സ്പാം ഇമെയിൽസുകളൊക്കെ വരുന്നതൊക്കെ നമ്മൾ ഡേറ്റ സെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് മനസ്സിലാക്കുവാണ്. ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ലൈക്ക് ദിസ് മെഷീൻ ലേണിംഗ്. ഓക്കെ, പിന്നെ ഒരുപാട് അവസരങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടാർഗറ്റഡ് അഡ്വർടൈസിംഗ് എന്ന് പറയും. അതായത് ഏത് മേഖലയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്താൽ മാത്രമാണ് ഈ പ്രോഡക്റ്റിന് മൂവ്മെന്റ് ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ളതൊക്കെ മെഷീൻ ലേണിംഗിന്റെ ഭാഗമായിട്ടുള്ളത്. സോ മെഷീൻ ലേണിംഗ് ഷുഡ് ബി എ വൈറ്റൽ പാർട്ട് ഓഫ് എ ലേണിംഗ് മോഡ്യൂൾ. രണ്ടാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയും. നമ്മുടെ ഈ വോയിസ് അസിസ്റ്റൻസ് ഉണ്ടല്ലോ ഒരുപാട്, അലക്സിയ, സിറി, ഗൂഗിൾ അസിസ്റ്റന്റ്, ഇതൊക്കെ യൂസ് ചെയ്യുന്ന NLP ആണ്. ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യുക. അവിടെ മാത്രമല്ല, നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വൈഡ്ലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ദാറ്റ് യൂസ് NLP. പിന്നെ സെന്റിമെന്റ് അനാലിസിസിന് വേണ്ടിയിട്ട്, അതായത് കസ്റ്റമർ ഒരു ഇമെയിൽ അല്ലെങ്കിൽ സെൻഡ് ചെയ്യണം, കംപ്ലൈന്റ് ഇമെയിൽ സെൻഡ് ചെയ്താൽ കസ്റ്റമറുടെ മൂഡ് മനസ്സിലാക്കും. കസ്റ്റമർ അപ്സെറ്റ് ആണോ, അയാൾ ന്യൂട്രൽ ആണോ, അയാൾ ഹാപ്പി ആണോ, സെന്റിമെന്റ്സ് മനസ്സിലാക്കി കസ്റ്റമർ സർവീസ് ഏജന്റിന് റെസ്പോൺസ് സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാമർ ചെക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ NLP ആൻഡ് ഓട്ടോ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിനിലൊക്കെ നമ്മൾ ഗൂഗിളിൽ ഓട്ടോ കംപ്ലീറ്റ് അതൊക്കെ യൂസ് ചെയ്യുന്ന NLP ആണ്. മൂന്നാമത്തെ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് ഇമേജസും വീഡിയോസും കണ്ടെത്തിയിട്ട് ടു ഹൗ മെഷീൻസ് ടു ആ ഇമേജോ അല്ലെങ്കിൽ വീഡിയോ മനസ്സിലാക്കി അതിന്റെ ടോപ്പ് ഓഫ് ദാറ്റ് ഡിസിഷൻസ് എടുക്കുക. ദാറ്റ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ്. ഓക്കെ,
നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് റോബോട്ടിക്സ്. ഇപ്പോൾ റോബോട്ടിക് കാറുകൾ എല്ലായിടത്തും ഉണ്ട്. ടെസ്ല ഈസ് ലൈക്ക് ഹെവിലി ഇൻവെസ്റ്റിംഗ് ഓൺ റോബോട്ടിക്സ് ഹാൻഡ് പെർഫോം വാരിയസ് ഫീൽഡ്സ്. ടെസ്ല മാത്രമല്ല, ഇവിടെ ഫാസ്റ്റ് ഫുഡ്സ് അമേരിക്കയിലെ മക്ഡൊണാൾഡ്സ് ആയാലും ബിഗ് ബർഗർ ചെയിൻസ് ഒക്കെ ദേ യൂസിങ് റോബോട്ട്സ് ടു പെർഫോം സർട്ടൻ കോംപ്ലക്സ് ടാസ്കുകൾ. അതായത് ഈ ഹ്യൂമൻസിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഫീൽഡ് ആയിട്ടുള്ള ഈ ഫ്രയറായി ബന്ധപ്പെട്ട ഈ ജോലികളൊക്കെ ദേ യൂസിങ് റോബോട്ട്സ്. സോ വി ആർ ട്രെയിനിങ് റോബോട്ട്സ് വിത്ത് ദിസ് അൽഗോരിതം. ഡേറ്റ അനാലിസിസ് യൂസ് ചെയ്യുന്നു. ന്യൂറൽ നെറ്റ്വർക്ക്സ്, ദാറ്റ്സ് another complex use of AI is using. Okay, the human brain able function ചെയ്യാൻ വേണ്ടി we train the model. സോ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്രോഡ് ഡിറ്റക്ഷൻ. അതായത് ഈ ബാങ്കിലൊക്കെ ഒരു കസ്റ്റമറിന്റെ ഒരു ട്രാൻസാക്ഷൻ പാറ്റേൺസ് ഉണ്ടായിരിക്കും. അതായത് കസ്റ്റമർ ഒരു പക്ഷെ 50 അല്ലെങ്കിൽ 100 രൂപയ്ക്കായിരിക്കും ഡെയിലി ട്രാൻസാക്ഷൻ. അതിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഒരു വലിയ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പിക്ക് ചെയ്യാണ് ഈ പറയുന്ന ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട്. ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ യൂസ് ചെയ്യുന്നു നമ്മൾ. അതോടൊപ്പം തന്നെ ഓട്ടോണമസ് വെഹിക്കിൾസും ഈ സെൽഫ് ഡ്രൈവിംഗ് കാറുകളൊക്കെ ഉണ്ട്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് മെയിൻലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന എയുടെ ബ്രാഞ്ചസിലേക്ക് ഡീവിയേറ്റ് ചെയ്യേണ്ടത്. സോ ഈ പറയുന്ന റോളുകൾക്ക് പ്രിപ്പയർ ആക്കുന്ന രീതിയിലായിരിക്കും ഈ പറയുന്ന കോഴ്സുകൾ. ഇതൊക്കെ നമുക്കൊരു 6 മാസം മുതൽ 1 വർഷം കൊണ്ട് നമുക്കൊരു ബിടെക് ഡിഗ്രി ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് IT അല്ലെങ്കിൽ ഇലക്ട്രിക്കലിന്റെ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഏരിയയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇനി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ജോലീസാണ് കിട്ടാൻ പോകുന്നത്, നമുക്കൊരു എന്തൊക്കെ റോളുകളാണ് നമുക്ക് ഇതിന് ശേഷം കിട്ടാൻ പോകുന്നത്. അതൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയർ ആവാം, നമുക്കൊരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആവാം, പ്രൊഡക്ട് മാനേജർ ആകാം, ഡാറ്റ സയന്റിസ്റ്റ് ആവാം, കൺസൾട്ടന്റ് ആവാം, പിന്നെ ML എഞ്ചിനീയർ ആവാം, സയന്റിഫിക് AI റിസർച്ച് സയന്റിസ്റ്റ് ആവാം, NLP എഞ്ചിനീയർ. ഇതൊക്കെയാണ് റോൾസുകൾ നമ്മൾ ഇപ്പോൾ മാർക്കറ്റിലുള്ള റോളുകൾ. പിന്നെ വരാൻ പോകുന്ന റോളുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ AI പ്രോംപ്റ്റ് എഞ്ചിനീയർ, AI ട്രെയിനർ, AI ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ്. ഇതൊക്കെയാണ് റോളുകൾ. കാരണം ഇത് പ്രത്യേകിച്ച് കോളേജിൽ പോകണമെന്നും അല്ലെങ്കിൽ ഒന്നുമില്ല. ജസ്റ്റ് ഗോ, ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ഗിറ്റ് ഹബ് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അവിടെ പോയി നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. അതായത് പ്രൊജക്റ്റിൽ നമ്മളൊരു മെമ്പറായി മാറുക. ഇതൊക്കെ എവിടെ നിന്നും ചെയ്യാം. ഇത് അമേരിക്ക പറയണമെന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ പോകണമെന്നൊന്നുമില്ല. ഇവിടെ എവിടെ ഇരുന്നും ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഇനി ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആയിരിക്കും ഇതിനെ ഹയർ ചെയ്യാൻ ചാൻസ് ഉള്ളത്? ഗൂഗിളിന്റെ ടെക്നോളജി കമ്പനിയായി ഗൂഗിളും ഓപ്പൺ AI, മൈക്രോസോഫ്റ്റ് ഒക്കെ വെരി ഡിമാൻഡ്. ഓക്കെ, പിന്നെ അതുപോലെ ഹെൽത്ത് കെയർ കമ്പനീസ് അവർക്കൊരു ഡ്രഗിന്റെ ഡിസ്കവറിക്കോ അല്ലെങ്കിൽ ഒരു പുതിയൊരു അസുഖം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ദേ നീഡ് ഓൾ ദീസ് എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഫൈനാൻസ്, ബാങ്കുകളിൽ ഫ്രോഡ് ഡിറ്റക്ഷൻസിന്, അൽഗോരിതം ട്രേഡിംഗ് കമ്പനീസിന് അവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ റീറ്റെയിൽ കമ്പനിയിൽ ഒരു 6 മാസത്തേക്കുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഈ പറയുന്ന എഞ്ചിനീയേഴ്സിന് യൂസ് ചെയ്യുന്നു. ഓട്ടോണോമസ് വെഹിക്കിൾസ്, ടെസ്ല പോലുള്ള കമ്പനീസ് ഹയർ ചെയ്യുന്നു. മാനുഫാക്ചറിംഗ് കമ്പനീസ് ഉണ്ട്, ഒരു പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് അറിയാൻ വേണ്ടി. ഇതൊക്കെയാണ് AI ഒരു ശൃംഖലകളും ഇതിന്റെ ഒരു പഠിക്കേണ്ടതായ ബ്രാഞ്ചസുകളും അതോടൊപ്പം തന്നെ ഒരു കിട്ടാവുന്ന ജോലികളും. സോ നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്തൊരു സ്കില്ലുമായി വരുന്നവരെ താങ്ക് യു സോ മച്ച്.